ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എഗ്ലെസ് കേക്ക് ഉണ്ട്, പിന്നെ കുറച്ച് നോർമൽ കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 1 kg തണ്ടർ കോക്കനട്ടാണ്, എഗ്ലെസ് ആയിട്ട് ടോളായിട്ട് ചെയ്തായിരുന്നു കേട്ടോ. ദെൻ ബാക്കിയുള്ള കേക്ക്സ് ഞാൻ പതിയെ പറയാം. കുറേ ദിവസമായി ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട്, ഒന്നാമതെന്താ വെച്ചാൽ ടൈം കിട്ടുന്നില്ല, എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. നല്ലപോലെ ബിസി ആയിട്ടുള്ളൊരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വർക്ക് ജസ്റ്റ് ഒരു കസ്റ്റമൈസേഷൻ വർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോൾസ് കഴിക്കാൻ പറ്റുന്നതാണോ, എഡിബിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കാൻ പറ്റത്തില്ല, നോൺ എഡിബിളാണ്. ഇത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് മാത്രം വെക്കുന്നതാണ്. ഇത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഓക്കെ, അപ്പം അതും ഒന്ന് ജസ്റ്റ് സെറ്റാക്കി വെച്ചു. പിന്നെ ഒരു കുറച്ച് കുട്ടി കുട്ടി ഫോണ്ടൻ ഫ്ലവേഴ്സും കൂടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു സൈഡിൽ അങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ എനിക്കത് ലൈക്കായിട്ട് തോന്നില്ല. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചിന്ന ഭിന്നമായിട്ട് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഒരു ലുക്കൊക്കെ തോന്നി. അങ്ങനെ ഒരു ടോപ്പറും കൂടെ വെച്ചു. ദെൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തു. അങ്ങനെ ആ കേക്കിൻ്റെ ലുക്ക് ഫൈനൽ ആക്കിയെടുത്തു. പിന്നെയുള്ള കുറച്ചൊരു 3 ഓർഡേഴ്സ് എന്ന് പറയുന്നത്, ഒരു ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടോ. ടോളാക്കി ചെയ്തത് തന്നെയായിരുന്നു. അതിലും ചെറിയ കസ്റ്റമൈസേഷൻ വർക്കൊക്കെ ഉണ്ട്. ദെൻ പിന്നുള്ളത് നട്ടി ബൗളായിരുന്നു. അതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിച്ചോട്ടോ, എല്ലാം ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഉള്ളതൊന്ന് വൈറ്റ് അല്ല, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം 3 ഫ്ലേവറിലായിരുന്നു. 3 അല്ല, 4 ഫ്ലേവറിലായിരുന്നു. അപ്പോൾ എല്ലാത്തിനും കസ്റ്റമൈസേഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളുടെ ഈ ഒരു അവഞ്ചേഴ്സ് തീം സെറ്റാക്കുകയാണ്. അപ്പോൾ അവരയച്ചെന്ന് ഫോട്ടോസ് ഇതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പ്രിൻ്റ് കുറേ സെറ്റാക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ പ്രിൻ്റ് കിട്ടുന്നില്ല. ആ ഒരു ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വാട്ടർ കളർ തീമായിട്ടുള്ളൊരു പ്രിൻ്റാണെന്ന് തോന്നുന്നു. അപ്പം അത് കുറേ നോക്കി, എന്തോ എനിക്ക് കിട്ടുന്നില്ല. ദെൻ നമ്മൾ അതിലുള്ള ഓരോരുത്തരും ഒന്ന് പ്രിൻ്റ് തന്നെ വേറൊരു ടൈപ്പ് പ്രിൻ്റിലേക്ക് സെറ്റാക്കി എടുത്തു. അങ്ങനെ കേക്കിൽ എന്തോ എനിക്ക് ഈ ഇത്രയും കാലം ചെയ്ത പ്രിൻ്റ് ഉള്ള കേക്കിൽ ഈ ഒരു കേക്ക് എന്തോ ഒരു ഭയങ്കര ലൈക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമതായി ഒരു അത്രയും പേരായൊരു ഇതിൽ സെറ്റാക്കി വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഇതുവരെ ചെയ്യാത്തൊരു വർക്കുമാണ്. എനിക്ക് നല്ലൊരു എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൽ നമ്മൾ ആ ഒരു പ്രിൻ്റ് ഒരു അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഓരോന്നാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അത് നമ്മൾ ആ കേക്കിൽ വെക്കുന്നതിനനുസരിച്ച് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെയുള്ളത് നെക്സ്റ്റ് കേക്ക് വന്നിട്ട് ബട്ടർ സ്കോച്ചാണ്. ഞാൻ മുന്നേ പറഞ്ഞു, ടോളാക്കിയിട്ട് 1 kg ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ അവർ തന്ന റെഫറൻസ് ഇതായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് അതിൽ പെട്ടെന്ന് ഉള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലൊരു ജിപ്സം ഫ്ലവർ ഉണ്ട്, ചെറിയ കുഞ്ഞു ഫ്ലവർ. അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേക്കും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഷടപടാന്ന് ചെയ്തത് കൊണ്ടും ചെറിയ ടെൻഷനും എല്ലാം കൂടെ വന്നപ്പം കേക്ക് എന്തോ ഞാൻ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഗേള് കുറച്ച് ബലൂൺസ് പിടിച്ച് നിൽക്കുന്ന പോലെയായിരുന്നു സെറ്റാക്കാണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഫോക്സ് ബോൾസ് ആഡ് ചെയ്തു, കുറച്ച് തോനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ ആ ഒരു റോപ്പ് പോലെ താഴേക്കൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിൽ നമ്മൾ റെഫറൻസ് തന്നതിൽ ചെറിയ ജിപ്സം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് പകരം നമ്മൾ ഫോണ്ടനിലൊരു കുട്ടി ഫ്ലവേഴ്സ് സെറ്റാക്കി എടുത്തു. അപ്പോൾ അത് നമ്മൾ ആ ബോൾസിൽ മൊത്തം കവർ ചെയ്ത് കൊടുക്കുന്ന പോലെ സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത കേക്കിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്കും ടെൻഷൻ അടിച്ചൊരു കേക്കായിരുന്നു കേട്ടോ. ഇതുവരെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി ടൈമിലൊക്കെ ഉള്ള ഒരു ടെൻഷനാണ്. ഇത് ഉണ്ടാക്കുന്നത് മുതൽ ഡെലിവറി ടൈം വരെ ഫുൾ ഓഫ് ടെൻഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേറെ ആർക്കുമല്ല, എൻ്റെ വല്യച്ഛൻ്റെ മോന്
വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു. അവർ പ്രത്യേകിച്ച് ഒരു ഡിസൈൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ കസിൻസിൻ്റെ അടുത്തുനിന്നും സിബ്ലിങ്സിൻ്റെ അടുത്തുനിന്നൊക്കെ കിട്ടുന്ന ഓർഡേഴ്സ് നമ്മൾ എന്താ പറയുക കാത്തിരിക്കുന്ന ഓർഡേഴ്സായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് എന്താ പറയുക നമ്മൾ കണ്ടു വെക്കും ഓരോരോ കേക്കുകൾ ഇങ്ങനെ ചെയ്യാം, അടുത്തതിന് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഓരോന്നും നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെക്കും. അത് കുറച്ച് വെറൈറ്റിയും കൂടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എന്താക്കും, ഓരോന്നെടുത്ത് വെക്കും. അപ്പം ഓരോരോ ഓർഡർ വരുമ്പോൾ നമ്മളതെടുത്ത് പയറ്റും. അങ്ങനെയുള്ളൊരു കേക്കായിരുന്നു ഇത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഫുഡ് ഫോർവേഡായിട്ട് നമ്മൾ റൗണ്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്ക്വയറിൽ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ടെൻഷൻ ഡെലിവറി ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരേക്കൊന്നും ഇത് ഡെലിവറി ചെയ്യാനും പറ്റില്ല, കൊണ്ടുപോകാനും പറ്റില്ല. ഓക്കെ, അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പം നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചും അത്രയും എഫേർട്ട് ഇട്ടൊരു കേക്കായിരുന്നു. എനിക്ക് നിങ്ങളെ അഭിപ്രായം കൂടെ വേണം എന്താണെന്നുള്ളതൊക്കെ കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. അപ്പം ഫസ്റ്റത്തെ കേക്കിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. അവർ വന്ന് എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2 എണ്ണം നമുക്ക് ബാലുശ്ശേരി കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ 2 എണ്ണവുമായിട്ട് പോവാണ്. കാറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് വണ്ടീൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാറിലാണ് പോയത്. 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് അതായത് എനിക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ള കേക്ക് എൻ്റെ കയ്യിൽ വെച്ചു, ഒന്ന് ബാക്കിലും വെച്ചു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്മണ്ട 13 കേട്ടോ, അത് 13 അങ്ങാടിയാണ്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ബാലുശ്ശേരി എത്തി കഴിഞ്ഞു. അങ്ങനെ ബാലുശ്ശേരി മുക്കിലെത്തി. ബാലുശ്ശേരി പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു കൈരളി റോഡിൻ്റെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെയായിരുന്നു ആൾ നിൽക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്തു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പേഴ്സൺ സ്റ്റാൻഡിലായിരുന്നു കേട്ടോ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ബാലുശ്ശേരി സ്റ്റാൻഡിൽ. അങ്ങനെ അവർക്കും കൊടുത്തു. നമ്മൾ പതിയെ തിരിച്ചു പോന്നു. ദെൻ നൈറ്റായപ്പം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ശേഷി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരധികവും നൈറ്റാണ് കേട്ടോ കട്ട് ചെയ്യാറ്. ദെൻ നമ്മൾ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് എന്തേ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു കേക്കുമാണിത്. രാത്രി ആയതുകൊണ്ട് അവരവിടുന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വന്ന് പിക്ക് ചെയ്തോളാം. പക്ഷേ ഇത് നടന്നിട്ട് തന്നെ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി വണ്ടിയിലൂടെ കൊണ്ടുപോയുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പകുതി വഴിക്കിലെത്തിയപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ നടന്ന് അവിടെ എത്തി. അവിടെ എല്ലാവരും എൻ്റെ കേക്കിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കൂടെ നമ്മളുടെ ഒരു ചോട്ട കുട്ടിയെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. എത്തിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയെങ്കിലും ചെറിയ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പം ഞാൻ തന്നെയാണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പം നൈസായിട്ട് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യമേ നമ്മളെ അടുത്ത് നിന്ന് തന്നെ ചെറിയൊരു ചെരിച്ച് പോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ നടക്കുന്ന മൂവ്മെൻറ്റ് കൊണ്ട് അത് ജസ്റ്റ് ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ സീനൊന്നുമില്ല, അന്ന് ജസ്റ്റ് ചെരിഞ്ഞെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം മുകളിൽ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചൊരു കുറച്ച് സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ടൊന്ന് നമുക്കതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് സെറ്റാക്കാനുള്ളൊരു ഹെൽപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ സീനാവുമായിരുന്നു. ഒന്നാമത് നമ്മൾ ടൂൾസൊന്നും എടുക്കാത്തത് കൊണ്ട്. അങ്ങനെ പിന്നെ അവരും പറഞ്ഞു വേഗം കട്ട് ചെയ്യാം, അധികവും അതങ്ങനെ നിൽക്കണമെന്നും ഇല്ലല്ലോ, അപ്പം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ അത് നല്ലോണം പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അവസ്ഥ ഇനി ഒരു കേക്കിനും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ പരീക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കേക്കുകളിൽ പരീക്ഷിക്കില്ല. ഒന്നാമത് ചെറിയൊരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നെഗറ്റീവ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിടെ കാണാം.